അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നീടൊരിക്കൽ യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു. കർത്താവേ, അങ്ങയ്ക്കു മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു അവനോട് പറഞ്ഞു, ഇക്കാര്യം നീ ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സുവിശേഷ വിചിന്തനം. ഈ ഭൂമിയിൽ വസിക്കുന്ന നമുക്ക് ഒന്നുകിൽ ലോകത്തിൻ്റെ അരൂപിയോട് ചേർന്ന് അതിന് വിധേയപ്പെട്ട് ജീവിക്കാനാകും, അല്ലെങ്കിൽ ലോകത്തിൻ്റെ അരൂപിക്ക് വിധേയപ്പെടാതെ അതിനെ അതിജീവിക്കാനാകും. യേശുവിൻ്റെ ആഗമനത്തോടെ ലോകത്തോടുള്ള വിധേയത്വവും ലോകത്തിൻ്റെ മേലുള്ള വിജയവും തമ്മിൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുവിനെ സമീപിക്കുന്ന കുഷ്ഠരോഗി രോഗസൗഖ്യവും ശുദ്ധിയും പ്രാപിക്കുന്നതായി ലൂക്കാ സുവിശേഷകൻ വിവരിക്കുന്നു. ലോകത്തെ ജയിക്കാനുള്ള മാർഗമാണ് യേശുവിലുള്ള വിശ്വാസം. ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവൻ യേശുവിനെ സ്വന്തമാക്കുന്നു. യേശുവിനെ സ്വന്തമാക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്ന് യോഹന്നാന്റെ 1-ാം ലേഖനം സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് നിത്യജീവനില്ല എന്നുകൂടി ഈ ലേഖനം ഓർമ്മിപ്പിക്കുന്നു.